എവിടെ സ്ത്രീ സുരക്ഷ? ഇതാണോ സ്ത്രീ സൗഹൃദ കേരളം? പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് ഇന്ന് പുറത്തുവന്ന വാർത്ത വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് സ്കൂട്ടറിൽ യാത്ര ചെയ്ത യുവതിയെ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയതോടെ വിഷ്ണു എന്ന 25-കാരന്റെ ക്രിമിനൽ ബുദ്ധി ഉണർന്നു. ഇടിച്ചു വീഴ്ത്തി ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചവന് സമാന പശ്ചാത്തലമുണ്ട്. യുവതി ചെറുക്കാൻ ശ്രമിച്ചിട്ടും അയാൾ പിന്തിരിഞ്ഞില്ല. ആളുകൾ ഉണർന്ന് ഓടിക്കൂടിയപ്പോൾ മാത്രമാണ് അയാൾ കടന്നത്. പട്ടിക്കാട് പൂവഞ്ചിറ സ്വദേശി വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ 23-ാം തീയതി അർദ്ധരാത്രി വടക്കഞ്ചേരിക്ക് സമീപമാണ് സംഭവം. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഈ സമയത്ത് വടക്കഞ്ചേരിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ പോയി തൃശൂർ പട്ടിക്കാട് ഭാഗത്തേക്കുള്ള യാത്രയിൽ ആയിരുന്നു വിഷ്ണു. പന്നിയങ്കര ടോൾ പ്ലാസ ഭാഗത്തെത്തിയപ്പോൾ യുവതിയെ ശ്രദ്ധിച്ചു. അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് സ്കൂട്ടറിൽ പോകുന്ന യുവതിയെ ഇതോടെ വിഷ്ണു ബൈക്കിൽ പിന്തുടർന്നു. പന്തികേട് തോന്നിയ യുവതി വേഗത്തിൽ പോയി. പക്ഷേ വിഷ്ണു പിന്നാലെ പോയി. വടക്കഞ്ചേരി ഭാഗത്ത് ഹൈവേയിൽ നിന്നും മാറി ഇടറോഡിലേക്ക് കടന്ന സമയത്തായിരുന്നു ആക്രമണം. യുവതി ഓടിച്ചിരുന്ന സ്കൂട്ടറിൽ വിഷ്ണു ബൈക്കിടിച്ചു. പരിക്കേറ്റ് നിലത്ത് വീണ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിക്കുകയായിരുന്നു. ഈ സമയത്ത് യുവതി അത് ചെറുക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. ഇതോടെ ആ പരിസരത്ത് വീടുകളിലുണ്ടായിരുന്നവർ പുറത്തേക്ക് വന്നു. ആള് കൂടുന്നു എന്ന് മനസ്സിലാക്കിയ പ്രതി ഉടനടി തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പരിക്കേറ്റ യുവതിയെ നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. യുവതിയുടെ മൊഴിയെടുത്ത പോലീസ് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വിഷ്ണുവിനെ പിടികൂടുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ തൃശൂർ പട്ടിക്കാടിനടുത്ത് പൂവഞ്ചിറ സ്വദേശിയായ വിഷ്ണുവിനെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വിഷ്ണു നേരത്തെയും സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തിയതായും മുൻപ് എറണാകുളത്ത് ഒരു പോക്സോ കേസിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.